കേരളത്തിലെ IHRD കോളേജുകളിലെ ഫീസ് വർധനവിനെതിരെ SFI നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. പ്രവർത്തകർ ആക്രമിക്കാൻ ബ്ലേഡുമായാണ് എത്തിയതെന്ന് പോലീസ് ആരോപിച്ചു. എന്നാൽ പോലീസാണ് ബ്ലേഡ് ഉപയോഗിച്ച് ആക്രമിച്ചത് എന്ന് SFIയുടെ ആരോപണം. അതേസമയം സംഘർഷത്തിൽ SFI സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെ 10 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. മദ്യക്കമ്പനികൾക്ക് നികുതി ഇളവ് നൽകുന്ന സർക്കാർ വിദ്യാർത്ഥികളുടെ ഫീസ് കൂട്ടുന്നുവെന്നാണ് സമരക്കാരുടെ ആരോപണം. സഹകരണ വിദ്യാഭ്യാസ മേഖലയിലെ ഫീസ് വർധനവിനെതിരെയായിരുന്നു SFIയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച്. സമരം ശക്തമായതോടെ പോലീസ് ലാത്തി വീശി. ഇതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമായി. MLA മാരായ മുഹമ്മദ് റിയാസും വി ജോയും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. മാർച്ചിനിടെ ബ്ലേഡ് കൊണ്ട് പ്രതിഷേധക്കാർ ആക്രമിച്ചുവെന്നാണ് പോലീസിന്റെ ആരോപണം. പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. സംഘർഷത്തിൽ SFI സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ്, സെക്രട്ടറി PS സഞ്ജീവ് ഉൾപ്പെടെ 10 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കണ്ടാലറിയാവുന്ന 100 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ബ്ലേഡോ മറ്റായുധമോ ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ചെന്നാണ് FIR. 10,000 രൂപയുടെ നാശനഷ്ടമുണ്ടാക്കിയതായും FIRൽ പറയുന്നു. അതേസമയം ബ്ലേഡ് കൊണ്ട് ആക്രമണം നടത്തിയത് പോലീസാണെന്നാണ് SFIയുടെ ആരോപണം. ബ്ലേഡ് കൊണ്ട് മുറിഞ്ഞതിന്റെ തെളിവുകൾ ചൂണ്ടിക്കാട്ടിയാണ് മറുപടി. സമരം ഇനിയും ശക്തിപ്പെടുത്താനാണ് SFIയുടെ തീരുമാനം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.